അങ്ങനെ ഈ വർഷത്തെ ക്യാറ്റ്സ് ക്ലോ വസന്തം എത്തിക്കഴിഞ്ഞു. ക്യാറ്റ്സ് ക്ലോ വിപ്ലവം എന്നാണ് കേട്ടോ ഞാൻ പറയാറ്. യാത്രകളിലൊക്കെ നമ്മൾ പല വീടുകളുടെയും മതിലുകളിൽ ഇങ്ങനെ വള്ളിമേൽ ഞാന്ന് കിടക്കുന്ന ഈ മഞ്ഞ വസന്തം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഉണ്ടാവുക. വർഷത്തിലൊന്നേ ഇത് പൂക്കാറുള്ളൂ. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കാറുണ്ട്. പറഞ്ഞില്ലല്ലോ, ഇത് എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തുള്ള 2 മതിലുകളിലെ കാഴ്ചയാണിത്. എത്ര ഭംഗിയാണെന്നോ. ഈ വർഷം പൂക്കൾ ഇത്തിരി കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ നിറയെ മഞ്ഞപ്പൂക്കളായിരുന്നു. ഈ വള്ളിപ്പടർപ്പുകളോ മതിലുകളോ ഒന്നും കാണാത്ത വിധത്തിലൊരു മഞ്ഞ മതിലായിട്ട് തന്നെ നമുക്ക് തോന്നും. അത്ര ഭംഗിയായിരുന്നു കാണാൻ. ഇത്തവണ ഇത്തിരി പൂക്കൾ കുറഞ്ഞു. ഇതാദ്യം ഇവിടെ വന്നത് ഈ വീടിൻ്റെ മതിൽമേലാണ് വന്നത്. അന്ന് പക്ഷേ യാത്രക്കാരൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ ഇഴജന്തുക്കളൊക്കെ വരുമെന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു യാതൊരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇതിൻ്റെ പേര് ക്യാറ്റ്സ് ക്ലോ എന്നല്ലേ. അപ്പോൾ ഇതിന് ഓരോ വള്ളിയുടെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ ഒരു ക്ലോ പോലെ, പൂച്ചയുടെ നഖം പോലെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ മുള്ള് അത് കാരണം ഇഴജന്തുക്കളൊന്നും കയറില്ലെന്നാണ് പറയുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുവരെ അങ്ങനെയുള്ള ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ തമ്മനയിലിൽ പറഞ്ഞല്ലോ, ഒരാൾ മിഴുങ്ങിസിയാന്ന് നിൽപ്പുണ്ടെന്ന്. അതാരാണെന്നോ? ഈ മഞ്ഞ വസന്തം എല്ലാം ഇങ്ങനെ തൊട്ട അയൽവക്കത്ത് നടക്കുമ്പോൾ ഇതാ നോക്കൂ, എൻ്റെ വീട്ടിലെ ക്യാറ്റ്സ് ക്ലോ യാതൊരു അനക്കവുമില്ലാതെ ഇതൊക്കെ കണ്ട് മിഴുങ്ങസിയാന്നങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ സാരമില്ല കേട്ടോ, ഞാൻ ഇത് വെച്ചിട്ട് അധികം നാളായില്ല. അപ്പോൾ അടുത്ത വർഷം നമ്മുടെ ക്യാറ്റ്സ് ക്ലോയും പൂക്കുമായിരിക്കും.